മാറ്റ്നിയുടേതാ. ഈ സുന്ദരാമ്പാള പാറശാല തങ്കപ്പന്റെ പക്കാല കേട്ടിട്ട് രോമാഞ്ചം കൊണ്ട് പൊന്മോതിരം ഊരി കൊടുത്തത്. അല്ല, പട്ടാമ്പാടയും മോശമല്ല. എന്തൊരു ശരീരം! കണ്ട പെണ്ണുങ്ങളുടെ ശരീര വർണ്ണനയ്ക്ക് ഇയാൾക്ക് നാണയില്ലേ? അത് ഈ നട്ടിച്ച നേരത്ത് എന്നെ കൊണ്ടൊന്ന് ശല്യിക്കണ്ട. ഓടക്കല്ലേ അമ്മയാരെ. ആരെങ്കിലും കണ്ടാൽ എന്തോ വിചാരിക്കും? കല്യാണം കഴിഞ്ഞിട്ട് 10 നാൾ പോലും ആയിട്ടില്ല. അതൊക്കെ നിങ്ങൾ തുടങ്ങി വെച്ച്. എന്ത് തുടങ്ങിയെന്നാ? ഓച്ചിറ പരദേവരാണ് സത്യം. എല്ലാം നിർത്തി. നിന്നെ ആദ്യ ദിവസം കണ്ടപ്പോ തന്നെ മോരും വെള്ളം കുടിച്ചപ്പോ തന്നെ കെട്ടണമെന്ന് വിചാരിച്ച. പിന്നെ നിന്റെ പപ്പടത്തിന്റെ രുചി അറിഞ്ഞപ്പോ കെട്ടിയേ അടങ്ങുന്നായി. അതിനുവേണ്ടി നിന്റെ തള്ളയും സോപ്പിട്ടു. അതിനുവേണ്ടി ഞാൻ പെട്ട പാട്. എന്റെ കാളെ വരെ വിൽക്കേണ്ടതായി വന്നു. അത്രയും സ്നേഹമുള്ള ആളായിരുന്നേൽ തൊട്ടടുത്ത് ശ്രീമുരുകൻ പടം വന്നിട്ട് നല്ലവരുന്ന സമയത്ത് പോലും ഒന്നു കൊണ്ടുപോയി കാണിച്ചോ? കൊട്ടകയുടെ മുന്നിൽ കൂടി പോന്നപ്പോ കാണാത്ത ഭാഗത്തിലൊരു നടത്തം. നല്ല പാട്ടുണ്ടെന്ന് എല്ലാരും ചൊല്ലണത്. ഇപ്പൊ എന്നാ പാട്ട്? പുളിമൂട്ട, കാളിയന്റെ ദിനം, NS കൃഷ്ണൻ, TA മധുരം. പടം കാണണേ, തമിഴ് പടം കാണണം. പാട്ട് കേൾക്കണേ, തമിഴ് പടം തന്നെ കാണണം. കഴിഞ്ഞ തവണ പഴനിക്ക് പോയപ്പോ പൊള്ളാച്ചി വെച്ച് ശിവകവി കണ്ടു. എന്നാ പാട്ട്! ത്യാഗരാജ ഭാഗവതരുടെ പടം കണ്ടിട്ടുണ്ടോ? ശിവകവി. വിശാലമായ നെറ്റിയിൽ ചന്ദ്രക്കല പോലെ പൊട്ടും തൊട്ട് കഴുത്തോളം നീട്ടി വളർത്തിയിട്ടിരിക്കുന്ന തലമുടി 2 കൈ കൊണ്ടൊന്ന് തട്ടി നിവർത്തി ഭാഗവതർ നീട്ടി ഒരു രാഗം വെച്ച് പിടിച്ചാൽ എന്നാ പറയാൻ! പെണ്ണുങ്ങളുടെ സൗണ്ട് പോലും തോറ്റു. അവിടെയും കടശയിൽ പെണ്ണുങ്ങളെ കൊണ്ട് നിർത്തി. അമ്മയാരെ, ഞാൻ തോറ്റിരിക്കുന്നു. ഇങ്ങനെ മുന്നോട്ട് പോയാ നമ്മൾ എവിടെ ചെന്ന് നിൽക്കും?